അയ്യൻ്റെ 1000 കോടി എല്ലാവരുടെയും കറവപ്പശുവാണ് ശബരിമല. 400 കോടി 450 കോടിയാണ് ഒരു വർഷത്തെ നടവരവ്, അതും ഒരു സീസണിൽ മാത്രം. വൃശ്ചികം ധനു മകരമാസം കൊണ്ട് തീരുന്ന 2 മാസം 60 ദിവസം, 61 61 ഒരു 70 ദിവസം, പിന്നെ മാസത്തിൽ 12 ദിവസം, ഓരോ മാസത്തിൽ ഒരു ദിവസം തുറക്കാം. അങ്ങനെ എല്ലാം ഒരു 80-85 ദിവസമാണ് ശബരിമല തുറക്കുന്നത്. വർഷം മുഴുവൻ തുറന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 10,000-കണക്കിന് കോടി രൂപ കിട്ടും. പക്ഷേ അവിടുത്തെ ആചാരങ്ങളിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും 1000 കോടി രൂപയുടെ കറവപ്പശുവിനെയാണ് എല്ലാവരും അകിട് ചുരത്തുന്ന രീതിയിൽ, അകിടിൽ നിന്ന് രക്തം വരുന്ന രീതിയിൽ കറന്നെടുക്കുന്നത്. 400-450 കോടി രൂപ ഔദ്യോഗികമായി വരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ 1000 കോടി ആയത്? വൈദ്യുതി, വനം വകുപ്പ്, KSRTC, കച്ചവടം, പരസ്യം, ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ 1000 കോടി രൂപ, 1200 കോടി രൂപയാണ് പലപ്പോഴും മതിപ്പ് കണക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1000 മുതൽ 1200 കോടി രൂപ വരെ തരുന്ന വലിയ ഒരു ക്ഷേത്രത്തെ എത്ര ആളുകളാണ് മോഷ്ടിക്കുന്നത് നോക്കിയാൽ നല്ല രസകരമാണ്. ശബരിമലയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് വലിയ ദുരന്തങ്ങളാണ് കാണുന്നത്. അവിടെ മേൽശാന്തിമാരായിട്ട് വയ്ക്കുന്നവരെ, കീഴ്ശാന്തി വയ്ക്കുന്നവരെ, കർമ്മികളായിട്ട് വയ്ക്കുന്നവരെ, ഉപകർമ്മികളായിട്ട് വയ്ക്കുന്നവരെ, പരികർമ്മികളായിട്ട് വയ്ക്കുന്നവർക്ക് ആരാണോ ആ പോസ്റ്റുകളിൽ വരുന്നവർ, അവർ പടിയിറങ്ങുമ്പോൾ, മലയിറങ്ങുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പണം കൊടുക്കണം എന്നൊരു വാർത്ത ഇന്നലെ ഞാനൊരു ചാനലിൽ കണ്ടു. ഇത്ര പരിതാപകരമാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം കമ്മീഷണർക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പടി കൊടുത്തിട്ട് മാത്രമേ മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും വീട്ടിൽ പോകാൻ കഴിയൂ എന്ന് പറയുന്നു. കർക്കിടക മാസത്തിൽ ഒന്നും കിട്ടാതിരുന്ന, വളരെ കുറച്ച് തുക മാത്രം കിട്ടിയിരുന്ന ഒരു പോറ്റിക്ക്, അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരു തുക കിട്ടിയ പോറ്റി കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ, കാരണം പൈസ കുറഞ്ഞു പോയതുകൊണ്ടല്ല, ഈ പൈസ താഴെ പിടിച്ചു വാങ്ങുമല്ലോ, പിടിച്ചു പറിക്കാർ താഴെയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി കരഞ്ഞുകൊണ്ട് താഴെ ഇറങ്ങിയപ്പോൾ അദ്ദേഹം താഴെ വന്നപ്പോൾ കൊടുക്കാൻ പണം മറ്റവർ ആവശ്യപ്പെട്ട കമ്മീഷൻ കൊടുക്കാനില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തെ വിരട്ടി അദ്ദേഹം അയ്യൻ്റെ മുമ്പിൽ കരഞ്ഞു. എന്തൊരു ഗതികേടാണ്. ദേവസ്വം അവിടെ തന്ത്രിയാകാൻ ആയിക്കഴിഞ്ഞാൽ, ആകുന്നതിനുള്ള നടപടി ആയിക്കഴിഞ്ഞാൽ ഓരോ വർഷവും തന്ത്രിമാർ, മേൽശാന്തിമാർ, കീഴ്ശാന്തിമാർ എല്ലാവരും പടി കൊടുക്കണമെന്നാണ് കേൾക്കുന്നത്. എന്തൊരു ശബരിമലയാണിത്? ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ഇപ്പോൾ നരേന്ദ്രമോദി വരുന്നു എന്നൊക്കെ കേൾക്കുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അവർ വരും, കുറച്ച് ജഗപൊക കാര്യങ്ങളൊക്കെ പറയും, അവർ പോകുന്നതല്ലാതെ ഇതിനൊരു നടപടി ഉണ്ടാകുമോ? കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഒരു നടപടി ഉണ്ടാകുമോ? അതിപ്പോൾ ഒരു വർഷത്തെ കഥയല്ല ഈ പറയുന്നത്. 2019 മുതലുള്ള കഥ പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ പറയാം. പക്ഷേ അതിനു മുമ്പും ശബരിമല ഇങ്ങനെ തന്നെയല്ലേ? ശബരിമലയുടെ ഒരു സമഗ്രമായ വികസനത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1.5 കോടി തേങ്ങയാണ് ഒരു വർഷം അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ 1.5 കോടി തേങ്ങ ശരാശരി 40 മുതൽ 50 രൂപ ഒരു തേങ്ങയ്ക്ക് വിലയുണ്ട്. 50 കോടി അല്ലെങ്കിൽ 40 മുതൽ 50 കോടി രൂപയുടെ തേങ്ങ തന്നെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാമാണെന്നത്, നെയ്യ്, കർപ്പൂരം തുടങ്ങിയ മറ്റ് പൂജാതി സാധനങ്ങളെല്ലാം കൂടി കോടാനുകോടി രൂപയ്ക്കാണ് അവിടെ വരുന്നത്. ഈ പണമെല്ലാം അവിടെ വരുത്തുന്നത് മലയാളിയല്ല. മലയാളിക്ക് നാണവും ഉളുപ്പുമില്ലാതെ അടിച്ചു മാറ്റാനല്ലാതെ മലയാളിയുടെ പണമല്ല. തമിഴ്നാട്ടുകാർ, ആന്ധ്രാക്കാർ, കർണാടകക്കാർ, മറ്റ് സ്റ്റേറ്റുകാർ, മറ്റ് രാജ്യക്കാർ വന്നിടുന്ന പണത്തെയും സ്വർണത്തെയും, വിജയമല്യ കൊടുത്ത സ്വർണത്തെയാണ് അടിച്ചു മാറ്റിയത്. അതിന് വേറെ ഒരു ഡെക്കറേഷനും വേണ്ട. മോഷ്ടാവാണ് പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ചു. അതിപ്പോൾ 450 ഗ്രാം സ്വർണം, ഏകദേശം 60 പവൻ സ്വർണം മോഷ്ടിച്ച ഒരു കുഞ്ഞ് കേസായി അത് ചുരുങ്ങി ഉദ്യോഗസ്ഥന്മാരെന്തോ തെറ്റ് ചെയ്തതുകൊണ്ട്, ഒരു ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നതുകൊണ്ട്, അത് പ്രതിപക്ഷവും കൂടി ചേർന്നുള്ളൊരു ഗൂഢാലോചന ആയതുകൊണ്ട് ഇതൊരു ഗൂഢാലോചന പുറത്തു വന്നു എന്നുള്ള രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് ഏതോ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് ചെയ്തു, ഞങ്ങൾക്കൊന്നൊരു ഉത്തരവാദിത്വമില്ലെന്ന് എല്ലാവരും പറയുന്നത്. ഭരണകൂടങ്ങൾ ആരായാലും, എക്സ് വൈ ആരായാലും അത് പറയുന്നത് വലിയ വിഷയമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എല്ലാ ഭാഗത്തുമാണ്. ആരും രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന ആ ഒരു രാഷ്ട്രീയ ആയുധമൊന്നും നമുക്ക് അഭിപ്രായമല്ല. പക്ഷേ വളരെ കൃത്യമായ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ എല്ലാ ഭാഗത്തുമുണ്ട്. ഓരോ സീസണിലും ശബരിമലയിൽ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തൊരു വലിയ ക്ഷേത്രമാണത്, കാനനവാസനാണ്. അവിടെ പോയി ആ അയ്യനെ കാണാൻ പോകുന്നത് ജീവിതത്തിൻ്റെ മുക്തിയാണെന്നും തത്വമസി എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്ന വേറൊരു സംഭവമാണ്. അത് ഒരു മനുഷ്യൻ്റെ ജീവിതം അവിടെ ചെന്ന് കണ്ടതിന് ശേഷം പിന്നെ വരുന്ന ആൾ പുനർജന്മം മുതലെയാണ്.
ഒരു രണ്ടാം ജന്മം പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. അത്ര പവിത്രമായ ഒരു ക്ഷേത്രത്തിൽ എന്തൊരു ഗതികേടാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 1000 കോടി രൂപയുടെ കറവയാണ്, കറവ പശുവാണ്. എല്ലാവരും കറക്കും, ട്രാൻസ്പോർട്ട് ആവശ്യത്തിന് കറക്കും. തിരുപ്പതിയിൽ പോയാൽ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പോകാനുള്ളത് ഫ്രീ ആണ് തിരുപ്പതിയിൽ വണ്ടി. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മളിൽ നിന്ന് നല്ല ടിക്കറ്റ് മേടിക്കും, വലിയ ടിക്കറ്റ് മേടിക്കും, യാതൊരു സൗകര്യങ്ങളും ഒരുക്കില്ല. എരുമേലിയിൽ നിന്ന് ദുബായിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനും മകനും അമ്മയും എല്ലാം കൂടി വന്നിട്ട് 7 വയസ്സോ 8 വയസ്സുള്ള ഒരു മകനും 75 വയസ്സുള്ള അമ്മയും കൂടിയൊക്കെ വന്നിട്ട് എരുമേലിയിൽ നിന്ന് കടത്തി വിടാത്തതുകൊണ്ട് എരുമേലി 1.5 ദിവസം നിന്നതിന് ശേഷം വെള്ളത്തിൽ മഴയും ഉണ്ടായിരുന്നു. അന്ന് വെള്ളത്തിൽ കിടന്ന് ആകെ നാശക്കോട്ടയായി അവിടെ വെച്ച് മാല ഊരി, കുഞ്ഞിനെ കൊണ്ട് ക്ഷേത്രത്തിൽ തൊഴിക്കാൻ കഴിയാത്ത അച്ഛൻ മാല ഊരി ഈ പാപങ്ങളൊക്കെ ചെയ്യിച്ചതാരാണ്? അതിൻ്റെയൊക്കെ അനന്തഫലമാണ് അയ്യൻ ഇതെല്ലാവരെ കൊണ്ടും പറയിക്കുന്നത്. അയ്യൻ ആരുടെയും രക്ഷ ആവശ്യമില്ല, ദൈവത്തിന് പണം ആവശ്യമില്ല, ദൈവത്തിന് ആരുടെയും സുരക്ഷ ആവശ്യമില്ല, കെട്ടിയടച്ച റൂമിൻ്റെ ആവശ്യമില്ല, അലങ്കാരങ്ങൾ ആവശ്യമില്ല, അലങ്കാര ഗോപുരങ്ങൾ ആവശ്യമില്ല, സ്വർണം ആവശ്യമില്ല, ചെമ്പ് ആവശ്യമില്ല, ക്ലാഡിങ് നടത്തേണ്ട, ഒരു കാര്യവും ചെയ്യേണ്ട. അയ്യന് വേണ്ടിയിട്ടായാലും ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടായാലും. ദൈവങ്ങളെന്ന് പറയുന്നത് വേറൊരു സങ്കല്പമാണ് സനാതന ധർമ്മത്തിൽ. അത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ വീട് വയ്ക്കുന്നത് പോലെ, സൗകര്യങ്ങൾ ഒരുക്കുന്ന പോലെ, നമ്മുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ട് വിശ്വാസികളായ ആളുകൾ, ഭക്തരായിട്ട ആളുകൾ അതിനൊരു അലങ്കാരവും ഡെക്കറേഷനും വരുത്തുന്നതാണ്. ഇനി ഒരു തമാശ ഞാൻ പറയട്ടെ, അത് തമാശയാണ്. ശബരിമല അയ്യപ്പൻ്റെ യഥാർത്ഥ രണ്ടാമത് വച്ചിട്ടുള്ള വിഗ്രഹം 1951 വച്ച വിഗ്രഹം അവിടെ ഉണ്ടോ? ഇനി അതും അടിച്ചു മാറ്റിയോ? അകത്തുള്ള എത്ര സ്വർണമാണ് വാതിൽപ്പടി കൊണ്ടുപോയെങ്കിൽ, ക്ഷേത്രത്തിൻ്റെ വാതിൽപ്പടി കൊണ്ടുപോയെങ്കിൽ, കട്ടള കൊണ്ടുപോയെങ്കിൽ, ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ട് പോയെങ്കിൽ, ഈ പരികർമ്മികളും കർമ്മികളും ഈ പറയുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്? വളരെ ഗതികേടാണ്, വളരെ വലിയ ഗതികേടാണ്. ഇതാരന്വേഷിക്കും? ജസ്റ്റിസ് KT ശങ്കരൻ ഇന്ന് രാവിലെ ഗണപതി കോവിലിൽ, പമ്പയിലെ ഗണപതി കോവിലിൽ പോയി തൊഴുതിട്ട് ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും 9 മണിയോടുകൂടി ശബരിമലയിൽ എത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം എത്തി കണക്കെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം കണക്കെടുക്കട്ടെ. ശബരിമലയിലെ കണക്കെടുപ്പല്ല പ്രധാനം, ശബരിമലയിലെ മോഷ്ടിച്ചതുമല്ല പ്രധാനം. അതൊക്കെ ഈ ദുഷ്ടന്മാരുടെ ലോകത്തിൽ, കള്ളന്മാരുടെ ലോകത്തിൽ, കലിയുടെ വല്ലാത്ത അവസ്ഥയിൽ പലതരത്തിലുള്ള അവതാരങ്ങളും ഉണ്ടാകും. അതിൽ രാഷ്ട്രീയ അവതാരങ്ങളുണ്ട്, ഉദ്യോഗസ്ഥ അവതാരങ്ങളുണ്ട്, പോറ്റിയുടെ രൂപത്തിലുള്ള അവതാരങ്ങളുണ്ട്. സത്താന്മാരുടെ അവതാരങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയേണ്ടത് ഇത് അടക്കമുള്ള 1248 ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ, അത് തിരുവിതാംകൂറിൻ്റെയാണ്. ബാക്കി ക്ഷേത്രങ്ങൾ നോക്കുമ്പോൾ 10,000 വരുന്ന ക്ഷേത്രങ്ങൾ ആരും സംരക്ഷിക്കും? ആ ക്ഷേത്രങ്ങളുടെ ശൃംഖല ഉണ്ടാക്കാൻ പറ്റുമോ? ആ ക്ഷേത്രങ്ങളുടെ വരുമാനം ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകുമോ? അതിനുള്ള ട്രസ്റ്റും സംവിധാനങ്ങളും കേരളത്തിൽ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, ഹിന്ദു സമാജത്തിൻ്റെ ആളുകളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. മന്നത്ത് പത്മനാഭനും R ശങ്കറും അടക്കമുള്ള വലിയ മഹാരഥന്മാർ പകർന്നു തന്ന പാതയിലൂടെയാണ് ശബരിമലയും ഹിന്ദു സമാജവും വികസിച്ചത്. ഇവിടെ കോളേജ് ഉണ്ടാക്കിയത്, സ്കൂളുണ്ടാക്കിയത്, അമ്പലങ്ങൾ ഉണ്ടാക്കിയത്, മനുഷ്യൻ്റെ ഹിന്ദു സമാജത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചത് ഗുരുദേവൻ. എത്ര ക്ഷേത്രമാണ്? 36 37 ക്ഷേത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സമാജത്തിന് ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, അയ്യാഗുരു, വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി ആത്മീയ നേതാവല്ലെങ്കിൽ പോലും ഭൗതികതലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ളവർ പകർന്നു തന്ന കേരളത്തിൽ കുറച്ചാളുകൾ, അത് രാഷ്ട്രീയ തിമിരം ബാധിച്ച, ഉദ്യോഗസ്ഥ മേധാവിത്വം മേലാളിത്തം ബാധിച്ച കുറച്ചാളുകളുടെ അഹങ്കാരത്തിൻ്റെയും ദുരയുടെയും പണം കൊയ്യലിൻ്റെയും അഴിമതിയുടെയും കേന്ദ്രമായി അയ്യനെ മാറ്റുമ്പോൾ ഈ കറവ പശുവിനെ നമുക്ക് കറന്നുകൊണ്ടേയിരിക്കാം. അകടിൽ നിന്ന് രക്തം വന്നാലും അത് നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്ക് വീണ്ടും കറക്കാം ഈ പശു എത്ര കാലം.